എനിക്ക് മടുത്തു. ചോറും കറിയും വെച്ചുള്ള കളി എന്നും ഒരേ കളി തന്നെ. എന്നാ ഇനി മുതല് ബിരിയാണിയും കോഴി പൊരിച്ചതും വെച്ച് കളി. പെറുക്കിയെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിലിട്ടു. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ടീം എക്ക് 30 മാർക്ക്. ഓക്കെ, ഇനി ചിഞ്ചു പറയൂ. ഞങ്ങൾ വിശന്നു വരഞ്ഞ ഒരു വൃദ്ധന് വയറ് നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. വെരി ഗുഡ്, അതൊരു നല്ല പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 മാർക്ക്. ടീം ഡി, ടിൻഡുവും ദീപുവും. ദീപു, നീ പറ. വേണ്ട, നീ തന്നെ പറഞ്ഞോ. കണ്ണു കാണാൻ വയ്യാത്ത ഒരു വൃദ്ധയെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിച്ചു. അവന്മാർ അവിടെ പതുങ്ങിയിരിക്കുന്നു. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പാവം പിച്ചക്കാരിയെ ലോ 11 ബലമായി പിടിച്ച് റോഡിനപ്പുറം കൊണ്ടിട്ട് ഓടിക്കളഞ്ഞു. സോറി സർ, അവർക്ക് റോഡിനപ്പുറം പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും നന്മ പ്രവർത്തി ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഇതിനെ റോഡിനപ്പുറം കൊണ്ടുപോയി ഇട്ടതാ. തീർക്കണ്ട, വല്ലവരും വിരുന്ന് വന്നാ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാ. ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ കഴുത വന്നിരുന്നെങ്കിൽ കുറച്ച് പലഹാരം കഴിക്കാമായിരുന്നു. ബോധമില്ല. അമ്മേ, വേഗം ചായയും പലഹാരവും എടുത്തു വെക്ക്. അമ്മാവനും അമ്മായി നമ്മുടെ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുന്നു. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? വരൂ വരൂ, എത്ര നാളായി ഈ വഴിക്ക് വന്നിട്ട്? ഓരോ തിരക്കല്ലേ പെങ്ങളെ, ഇവിടെ അടുത്ത് വരെ വന്നതാ. അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. എന്തായാലും ചായയും പലഹാരവും കഴിച്ചു പോയാ മതി. അമ്മേ, പെട്ടെന്നാവട്ടെ, അമ്മാവന് തിരക്കുണ്ടാവും. അയ്യോ, ചായയും പലഹാരം ഒന്നും എടുക്കണ്ട, ഞങ്ങൾക്കുടനെ പോകണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഒരു വീട്ടിൽ വന്ന എന്തെങ്കിലും കഴിക്കാതെ പോകുന്നത് മര്യാദയാണോ? മിണ്ടാതിരി. ഇവൻ ആളങ്ങ് ഉഷാറായി പോയല്ലോ. നിങ്ങൾ ഇരിക്കേ, ഞാൻ ചായ എടുക്കട്ടെ. വെരി ഗുഡ്. വേണ്ട പെങ്ങളെ, പിന്നീടാവട്ടെ. ഇപ്പോ ഞങ്ങൾ ഇറങ്ങുക. എങ്കി പിന്നെ ഞാനെന്ത് പറയാനാ? അങ്ങനെ ആവട്ടെ. അമ്മേ, അത് മര്യാദയാണോ? അമ്മാവൻ അങ്ങനെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ? ചായം പലഹാരം എടുക്കമ്മേ. വേണ്ട മോനെ. അപ്പൊ പെങ്ങളെ, ഞങ്ങൾ ഇറങ്ങുകയാണേ. ഞാൻ സമ്മതിക്കില്ല, ഒന്നാലും സമ്മതിക്കില്ല. ചായ വേണമെങ്കിൽ കുടിക്കണ്ട, പലഹാരം കഴിച്ചിട്ട് പോയാ മതി. വിടുമോനെ. അയ്യേ, ഇവൻ എന്താ ഈ കാണിക്കുന്നത്? സ്നേഹം കൊണ്ടാ. വിടടാ ടിൻഡു, അവർക്ക് തിരക്കുള്ളത് കൊണ്ടല്ലേ. അമ്മാവ, ഞാൻ അവസാനായിട്ട് പറയാ, സ്നേഹത്തോടെ പറയാ, പലഹാരം കഴിച്ചിട്ട് പോയാ മതി. ഒരു വീട്ടിൽ വന്നാല് അതാണ് ഒരു മര്യാദ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ പിന്നെ വന്ന് കഴിച്ചോളാം. പലഹാരം കഴിച്ചിട്ട് പോയാ മതിയടാ കഴുതകൾ. മര്യാദ വേണടാ അമ്മാവ, മര്യാദ. ഒരു വീട്ടിൽ കയറി വന്നാലേ മര്യാദയായിട്ട് പെരുമാറാൻ മടിയും. ഇങ്ങോട്ട് വാ, പച്ച വെള്ളം തരില്ല രോഗികളെ. സ്പെഷ്യൽ ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കുന്ന ദോശയാണ് ഈ സ്പെഷ്യൽ ദോശ. ഞാൻ സ്പെഷ്യൽ ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയാം, ഊരിലെ പഞ്ഞം. മനസ്സിലായില്ല. ചേട്ടനെ കണ്ടാൽ അറിയില്ലേ സ്പെഷ്യൽ ആണെന്ന്? ചുമ്മാ സോപ്പിടിക്കൊന്നും വേണ്ട, നീ കാര്യം പറ. എന്താണ് സാധാ ദോശയും സ്പെഷ്യൽ ദോശയും തമ്മിലുള്ള വ്യത്യാസം? എന്റെ ചേട്ടാ, സാധാ ദോശ ഈസ് സാധാ ദോശ, സ്പെഷ്യൽ ദോശ ഈസ് സ്പെഷ്യൽ ദോശ. എന്റെ മോനെ, എന്ത് വ്യത്യാസമാണ് സ്പെഷ്യൽ ദോശയെ സാധാ ദോശയിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്? അതിലിപ്പോ എന്താ ഇത്ര അറിയാൻ? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 4-5 ദിവസത്തെ വ്യത്യാസം. താല്പര്യമുണ്ടോ?